ഇപ്പോഴത്തെ WWE ചാമ്പ്യൻ കോഡി റോഡ്സിനെ കെവിൻ ഓവൻസും റാൻഡി ഓർട്ടനും ചതിക്കാൻ ചാൻസ് ഉണ്ടോ? ഇവർക്കിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി ഈ വീഡിയോയിൽ പറയാം. അതുകൂടാതെ ഇപ്പോഴത്തെ IC ചാമ്പ്യൻ ജെയ് ഉസോ ഉടനെ ചാമ്പ്യൻഷിപ്പ് തോൽക്കുമ്പോൾ റോമൻ റെയിൻസിന്റെ ടീമിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും ഈ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ മുൻ IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ പെട്ടെന്ന് IC ചാമ്പ്യൻഷിപ്പ് തോറ്റതിന്റെ കാരണവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ചില ന്യൂസ് എല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ ന്യൂസ് അലിസ്റ്റർ ബ്ലാക്കിനെ പറ്റിയാണ്. അതായത് അലിസ്റ്റർ ബ്ലാക്ക് WWE വീണ്ടും വരുന്ന കാര്യത്തെ പറ്റി ഇപ്പോൾ WWE തന്നെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അലിസ്റ്റർ ബ്ലാക്കിന്റെ AEW കോൺട്രാക്ട് തീർന്നാൽ ഉടനെ അലിസ്റ്റർ ബ്ലാക്കിനെ വീണ്ടും Triple H കൊണ്ടുവരാനാണ് പോകുന്നത്. അപ്പോൾ അലിസ്റ്റർ ബ്ലാക്ക് വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അലിസ്റ്റർ ബ്ലാക്ക് Triple H റൺ ചെയ്യുന്ന WWE സൈൻ ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം AEW ചെന്നിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും അലിസ്റ്റർ ബ്ലാക്കിന് കിട്ടിയില്ല. അപ്പോൾ അലിസ്റ്റർ ബ്ലാക്കിന്റെ കോൺട്രാക്ട് 2025 ഫസ്റ്റിലാണ് തീരുന്നത്. അതുകൊണ്ട് Triple H റൺ ചെയ്യുന്ന WWE അലിസ്റ്റർ ബ്ലാക്കിനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകത എന്തെന്നാൽ മുൻപ് NXT അലിസ്റ്റർ ബ്ലാക്ക് എങ്ങനെയായിരുന്നു അതിനേക്കാൾ മുകളിലായിരിക്കും മെയിൻ റോസ്റ്ററിൽ ഇനി Triple H അലിസ്റ്റർ ബ്ലാക്കിനെ കാണിക്കുക വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അലിസ്റ്റർ ബ്ലാക്കിന്റെ വരവ് നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതുപോലെയാണ് അൻഡ്രാഡയുടെ ന്യൂസും വന്നത്. അൻഡ്രായ്ഡ് സ്മാക്ഡൗൺ ബ്രാൻഡിൽ വന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കിടിലൻ മാച്ച് എല്ലാം ചെയ്ത് മുന്നോട്ട് പോവാണ് അൻഡ്രായ്ഡ്. അടുത്ത ന്യൂസും AEW റെസ്ലേഴ്സായ പെന്റഗൺ ജൂനിയർ അതുപോലെ തന്നെ റൈ ഫീനിക്സ് ഇവരെ പറ്റിയാണ്. അതായത് റൈ ഫീനിക്സ് ആൻഡ് പെന്റഗൺ ജൂനിയർ ഇവർ രണ്ടുപേരും WWE ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ട് ടാഗ് ടീമായിട്ട് WWE വന്ന് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ലെവലിലൊക്കെ പോകാനായിരുന്നു ഇവർ പ്ലാൻ ചെയ്ത് വെച്ചത്. അതും മെയിൻ റോസ്റ്ററിൽ NXT ബ്രാൻഡിലേക്ക് ഇവർ പോവില്ല എന്ന് പ്രത്യേകവും പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം രണ്ടു കൂട്ടർക്കും സെറ്റായി WWE ഇവർ വരാനിരുന്ന സമയത്താണ് AEW ടോണി ഖാൻ ഒരു പണി ഒപ്പിച്ചത്. അതായത് പെന്റഗൺ ജൂനിയർ WWE പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പെന്റഗൺ ജൂനിയറിന് WWE എപ്പോൾ വേണമെങ്കിലും വരാം. എന്നാൽ ടാഗ് ടീം പാർട്ട്ണറായി വരാൻ നിന്ന റേ ഫീനിക്സിന് WWE വരാൻ ഇപ്പോൾ സാധിക്കില്ല. അതായത് ആദ്യം ടോണി ഖാൻ ചെയ്തത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ ഡീൽ വെച്ചുകൊണ്ട് ഒരു ഓഫർ കൊടുത്തു. രണ്ടുപേരും ഓഫർ നിരസിച്ചതുകൊണ്ട് ടോണി ഖാൻ തനി സ്വഭാവം പുറത്തെടുത്ത് റേ ഫീനിക്സ് ഇപ്പോൾ WWE പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയ കോൺട്രാക്ട് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് AEW കോൺട്രാക്ട് പ്രകാരം റേ ഫീനിക്സിന്റെ ഡീലെല്ലാം അവസാനിച്ചു. എന്നാൽ റേ ഫീനിക്സിന് ഇഞ്ചുറി സംഭവിച്ച സമയത്ത് ഏകദേശം ഒരു 8-9 മാസത്തോളം റേ ഫീനിക്സ് AEW വരാതിരുന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു 8-9 മാസം AEW വർക്ക് ചെയ്യണം. അതിനുശേഷമേ മറ്റു കമ്പനിയിൽ പോകാൻ സാധിക്കൂ എന്നാണ് ടോണി ഖാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ന്യൂസ് വന്നിട്ട് 2 ദിവസമായി ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് റേ ഫീനിക്സിന് വരാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. പെന്റഗൺ ജൂനിയർ ഇനി സിംഗിളായിട്ട് വരുന്നത് പോലെ ചിലപ്പോൾ കാണിക്കേണ്ടി വരും. മുൻപ് WWE ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം കളിയാക്കിയിരുന്ന കമ്പനിയാണ് AEW. ഇപ്പോൾ അവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ജെയ് ഉസോ IC ചാമ്പ്യൻഷിപ്പുമായി എത്ര നാൾ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് നോക്കാം. അത് പറയുന്നതിനേക്കാൾ മുൻപ് മുൻ IC ചാമ്പ്യനായിരുന്ന ബ്രോൺ ബ്രേക്കർ തോൽക്കാനുള്ള ഒരു കാരണത്തെ പറ്റിയും പറഞ്ഞുകൊണ്ട് ജെയ് ഉസോയുടെ ന്യൂസ് പറയാം. അതായത് ബ്രോൺ ബ്രേക്കറെ വെച്ചുകൊണ്ട് ഇപ്പോൾ WWE ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് ടൈം പ്ലാൻ ആണ്. ഇപ്പോൾ ഹീലായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ബ്രോൺ ബ്രേക്കർ. എന്നാൽ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഫേസ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ IC ചാമ്പ്യൻഷിപ്പ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇതാണ് ബ്രോൺ ബ്രേക്കർ IC ചാമ്പ്യൻഷിപ്പ് തോൽക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ഇനി ഫേസ് ആയതിനു ശേഷം ഗന്തറിന്റെ കൂടെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ ആഡ് ആവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ബ്രോൺ ബ്രേക്കർ IC ചാമ്പ്യൻഷിപ്പ് തോറ്റത്. അതേസമയം ജെയ് ഉസോ ഒരു ലോങ് ടൈം ചാമ്പ്യനായി പോകുമോ? അങ്ങനെ മുന്നോട്ട് പോയാൽ ജെയ് ഉസോയ്ക്ക് റോമന്റെ ടീമിൽ വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജെയ് ഉസോയുടെ കയ്യിൽ IC ചാമ്പ്യൻഷിപ്പ് സർവൈവർ സീരീസ് ടൈമിലൊക്കെ ഉണ്ടെങ്കിൽ റോമന്റെ ടീമിൽ വരുന്ന കാര്യം വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് ഒരു എപ്പിസോഡിൽ മാത്രം വന്ന് മാച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതായത് സർവൈവർ സീരീസിൽ മാത്രം. എന്നാൽ അങ്ങനെയല്ല, സ്മാക്ഡൗൺ ബ്രാൻഡിൽ വന്ന് സ്റ്റോറി എല്ലാം ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. അതിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം IC ചാമ്പ്യൻഷിപ്പ് റോ ബ്രാൻഡിൻ്റെതാണ്. അപ്പോൾ ജെയ് ഉസോനെ ടീമിൽ ആഡ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ജെയ് ഉസോയുടെ IC ചാമ്പ്യൻഷിപ്പ് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ലോങ് റണ്ണോ അല്ലെങ്കിൽ അധികം നാളൊന്നും ജെയ് ഉസോയുടെ കയ്യിൽ IC ചാമ്പ്യൻഷിപ്പ് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നോക്കാം. അപ്പോൾ ജെയ് ഉസോ എന്തായാലും റോമന്റെ ടീമിൽ വരും. ഇനി കോഡി റോഡ്സ്, കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൻ ഇവരെ പറ്റി പറയാം. അതിനേക്കാൾ മുൻപായിട്ട് സർവൈവർ സീരീസിൽ റോമൻ റെയിൻസ്, സാമി സൈൻ, ജിമ്മി ഉസോ, ജെയ് ഉസോ ബ്ലഡ് ലൈനിന്റെ കൂടെ മത്സരിക്കുമെന്നും അതുപോലെ തന്നെ കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൻ, കോഡി റോഡ്സ്, റോമൻ റെയിൻസ് ഇങ്ങനെയാണ് ഈ ടീം വരാൻ പോകുന്നത് എന്നും റൂമറുണ്ട്. അത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം.
ചാൻസ് കൂടുതൽ ജിമ്മി ജെയ് സാമി റോമൻ ഇവരുടെ ടീമാവാനാണ്. ഇനി റാൻഡി കെയോ കോഡി റോഡ്സിനെ ചതിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം റോമന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കൊടുക്കാൻ ഇവരുടെ സഹായവും അതിൽ ഉള്ളതുപോലെ WWE കാണിച്ചിട്ടുണ്ട്. എന്നാൽ കോഡി റോഡ്സ് റോമൻ റെയിൻസുമായി ടീമായിക്കൊണ്ട് ഇപ്പം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവരെന്തൊക്കെ ശ്രമിച്ചാലും അവസാനം കെവിൻ ഓവൻസും റാൻഡി ഓർട്ടനും കോഡി റോഡ്സിനെതിരെ തിരിയാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ട്രിപ്പിൾ ത്രെഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഇങ്ങനെയൊക്കെ വന്നേക്കാം. എന്തായാലും ഇപ്പോഴാണ് കോഡി റോഡ്സിൻ്റെ സ്റ്റോറി ലൈൻ വേറെ ലെവലായി ഹിറ്റാവുന്നത്. അതായത് ചാമ്പ്യൻഷിപ്പ് റോമൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന് ശേഷം നല്ലൊരു സ്റ്റോറിയിലാണ് ഇപ്പോൾ കോഡി റോഡ്സ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ. അതായത് എല്ലാവരും കൂടി സഹായിച്ചിട്ടും അവൻ റോമൻ റെയിൻസിൻ്റെ ടീമിൽ ചേർന്നു എന്നുള്ളത് വെച്ചായിരിക്കും മെയിനായിട്ടും കൊണ്ടുപോകുക. എന്തായാലും നോക്കാം. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.